അപ്പോൾ രാവിലെ ഒരു 5:30 മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ തിരുപ്പതി പോവാണ് കേട്ടോ. നമ്മൾ കാറിൽ പോകുമ്പോൾ നമുക്ക് പോണ വഴി 1-2 സ്ഥലങ്ങൾ എക്സ്ട്രാ കവർ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു 4-5 മണിക്കൂറിനുള്ളിൽ തിരുപ്പതി എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് എക്സാക്റ്റ് ടൈം ഒന്നും അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും 4 മണിക്കൂർ എന്തായാലും വേണം. നാട്ടിൽ നിന്ന് ഇതുപോലെ കൊണ്ടുപോകുന്ന ഒരു ഗൈഡ് ഉണ്ട്, ടൂറിസ്റ്റ് ഗൈഡ്. അപ്പോൾ ആ ചേട്ടൻ വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയല്ല, അവരും ഇന്ന് അവിടെ തന്നെ വരുന്നുണ്ട്, ഇന്നല്ല നാളെ അവരവിടെ ദർശനത്തിന് വരുന്നുണ്ടെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആണ് പോകുന്നത്. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ടിക്കറ്റിൻ്റെ പൈസ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി ചിലവൊക്കെ നമ്മുടെ സ്വയം എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണെങ്കിലും നമ്മുടെ ജേർണിയിൽ നിങ്ങളെ ഒപ്പം കൂട്ടാണ് ശരി ആയി കേട്ടോ. അപ്പോൾ നമുക്ക് പുറപ്പെടാം. അങ്ങനെ പറഞ്ഞ് 6 മണി ആവാറായിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, പറഞ്ഞ് നേരത്തിനൊന്നും ഇറങ്ങാൻ പറ്റില്ല. നേരൊക്കെ ഇങ്ങനെ പരപരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഹൈവേ ആയ കാരണം കൊണ്ട് യാത്ര സുഖമായിരുന്നു. ഇവിടുന്ന് 3 മണിക്കൂറാണ് കാണിപ്പക്കം മഹാഗണപതി ടെമ്പിളിലേക്കുള്ളത് കേട്ടോ. കാണിപ്പക്കം എന്നാണോ കണിപ്പാക്കം എന്നാണോ പറയാമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു 9 മണിയോട് കൂടിയിട്ട് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കുളം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒത്ത നടുക്കിൽ ഭഗവാന്റെ ഒരു രൂപം ഒരു മന്ദിരത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാലും കൈയൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിനകത്തേക്ക് കടക്കാനായിട്ട്. നല്ല തെളിനീര് പോലത്തെ വെള്ളമായിരുന്നു കേട്ടോ. അത് കണ്ടാൽ തന്നെ അയ്യോ, നമ്മുടെ ഈ ചെളി പിടിച്ച കാലം അതിൽ കൊണ്ടേ കഴുകണമെന്ന് തോന്നും കേട്ടോ. എന്നാലും എല്ലാവരും അത് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. എന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളത്തിന് അങ്ങനെ ഡേർട്ട് കളർന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്രയും പ്യുവറായിട്ട് കിടക്കുന്ന വെള്ളമായിരുന്നു കേട്ടോ. അതപ്പോൾ എൻ്റെ കാലമൊക്കെ ഞാനൊന്ന് കഴുകുകയാണേ. അടുത്ത പരിപാടി നമ്മുടെ കയ്യിലെ ക്യാമറ, മൊബൈൽ ഫോൺ ഇതൊക്കെ നമ്മളവിടെ ലോക്കറിൽ വെക്കണം. 5 രൂപ മൊബൈൽ ഫോണിന്, ക്യാമറയ്ക്ക് 10 രൂപ കേട്ടോ. അതിനുശേഷം നമ്മൾ പോയി ടിക്കറ്റ് എടുക്കണം. 50 രൂപ മുതൽ 150, 300, 500 ഒക്കെ ടിക്കറ്റ്സ് ഉണ്ട്. നമ്മൾ 150-ൻ്റെയാണ് എടുത്തത്. അപ്പോൾ ഒരുപാട് നേരം വരി നിൽക്കണ്ട. പിന്നെ 9 to 9:30 അവിടെ അമ്പലം കുറച്ച് നേരം അടച്ചിടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ റീ ഓപ്പൺ ചെയ്തപ്പോഴാണ് നമ്മൾ കയറി തൊഴുതത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ തൊഴുത് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ശരത്തേട്ടൻ എന്തോ മൊബൈലിൽ മെയിലെന്തോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബോറടിച്ചപ്പോൾ ഞാൻ ചുമ്മാ അവിടെ കുറേ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ എന്തൊക്കെയുള്ളെങ്കിൽ വല്ല വെറൈറ്റി കാണുകയാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ ഭഗവാന്റെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ 1-2 മേടിച്ചു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദേ ഈ കാണുന്നതാണ് കേട്ടോ. എനിക്ക് ഞാൻ സാധാരണ ഒരു കുപ്പിവെള്ള ഫാനൊന്നുമല്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല. അത്രയും മനോഹരമായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ 1-2 ഐറ്റംസൊക്കെ മേടിച്ച് ഷോപ്പിംഗൊക്കെ നിർത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതിമനോഹരമായിരുന്നു അമ്പലത്തിനകത്ത് കാണാനായിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണം കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ശിവൻ്റെയും ദേവിയുടെയും ഒക്കെ അമ്പലങ്ങൾ. അപ്പോൾ 2-3 അമ്പലം അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ ചെന്നപ്പം ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ മൊബൈലൊന്നും ഉള്ളിലോട്ടല്ല, അവിടെയല്ല, പുറമെ ഇങ്ങനെ ഉദ്യാനത്തിനകത്ത് കുറേ രൂപങ്ങളൊക്കെ ഭഗവാന്റെയും ഗണപതിയുടെയും ശിവൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ പ്രതിമ രൂപമായ കാരണം കൊണ്ട് അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് അനുവാദമുണ്ട്. ഇതാണ് അമ്പലം ശിവൻ്റെ. അപ്പോൾ അങ്ങനെ മുന്നിൽ നന്ദികേശനെ ഇരുത്തിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. പോയി കാണുക തന്നെ വേണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും മൊബൈലിൽ ഫോണിലും അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ തിരിച്ചു പോരാണ്. പോരുന്ന വഴി മുഴുവൻ ഈ മാവിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ. ആ കാഴ്ച വേറെ. തൊട്ടപ്പുറത്ത് ഇങ്ങനെ മലനിരകളും കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. റോഡ് വളരെ സ്മൂത്താണ്. ഹൈവേ ആയ കാരണം കൊണ്ട് നല്ല സുഖമാണ് യാത്ര. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പത്മാവതി ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അവിടെ നമ്മുടെ ബാഗ്, മൊബൈൽ, ചെരുപ്പ് ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് താക്കോല് മേടിക്കുക. അതുപോലെ കൈകാല് കഴുകുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോകുക, എന്തെങ്കിലും വേണമെങ്കിൽ അതിനും ഉള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ നമുക്കിങ്ങനെ നെറ്റിൽ കുറിയൊക്കെ തൊട്ട് തരും കേട്ടോ. വെയിറ്റിംഗ് ഞങ്ങൾക്കൊരു 1/2 hour ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് അതിൽ കൂടുതലും വരാറുണ്ട്.
അപ്പോൾ ഞങ്ങൾക്ക് ലക്കുള്ള ദിവസമായ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും തീർത്തിറങ്ങാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ വെയിൽ മാത്രമാണ് അൺസഹിക്കബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റെൻറ്റഡ് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അകത്തേക്ക് ഇതേ കയറി സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. വെള്ളമൊക്കെ കൊണ്ടുവച്ച് തരണം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ തിരുപ്പതിയിലാണ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പതിയിലാണ് കേട്ടോ. അപ്പോൾ തിരുപ്പതിയിൽ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു റെൻ്റൽ ഹോം പോലെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് കുറച്ച് നേരം കിടക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. നല്ല തലവേദനയായിരുന്നു രാവിലെ പുറപ്പെട്ടതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് സുഖമില്ലായിരുന്നു. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നോർമലി നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതിനെ കഴിഞ്ഞും ഇപ്പോൾ നമ്മൾ ഒരു കുറച്ചധികം ആൾക്കാർ ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് താമസിക്കാൻ ഇതുപോലത്തെ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് എപ്പോഴും ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ബെഡൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കേണ്ടിയൊക്കെ വരില്ലേ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അത് മാത്രമല്ല കുറച്ചും കൂടി നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ടൂർ അപ്പാർട്ട്മെൻറ്റ് ടൂർ നമുക്ക് കാണാം. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഈ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റാണ് എടുത്തത് കേട്ടോ. 2 ബെഡ്റൂമൊക്കെ ആയിട്ട് നമ്മുടെ വീട് എങ്ങനെയാണ് അതേപോലെ. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടെ ഇരിക്കാനും TV കാണാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. പ്രൈമും യൂട്യൂബും സോണി ലൈവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തണുത്ത വെള്ളവും അല്ലെങ്കിൽ ഫുഡും ഒക്കെ വെക്കണമെങ്കിലായിട്ട്. അതുപോലെ കിച്ചണിൽ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അരിയും സാധനങ്ങളൊന്നും ഇല്ല, പക്ഷേ പാത്രങ്ങളും മറ്റുള്ള സൗകര്യങ്ങളും. ഒരു പാക്കറ്റ് പാൽ അവർ തന്നുകൊണ്ടിരുന്നു. പിന്നെ ഷുഗർ, ഉപ്പ്, എന്താ പറയുക, തേയില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അത്യാവശ്യം വേണ്ടിയ പാത്രങ്ങളും ചോറുണ്ണാനായിട്ടുള്ള കിണ്ണവും പ്ലേറ്റും നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അഥവാ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് കുക്ക് ചെയ്യുകയും ചെയ്യാം. അതൊന്നും ആരും ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കോമൺ വാഷ് ബേസിനുണ്ട്. ഇതൊരു കോമൺ ബെഡ്റൂമാണ്. ഇതിനകത്ത് ബാത്റൂം ഇല്ല. ഇത് തൊട്ടപ്പുറത്തായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ട് കേട്ടോ. 2 റൂമും AC ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് വരുമ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഞാൻ പറഞ്ഞ പോലെ 2 റൂമിനകത്തും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ടവല്, സോപ്പ്, ഷാംപൂ ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ നീറ്റായിരുന്നു കേട്ടോ. അതുപോലത്തെ അവിടെ കസ്റ്റമർ സർവീസും വളരെ നല്ലതായിരുന്നു. നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം കാര്യങ്ങൾ. ഞാൻ എപ്പോഴും നോക്കുന്ന കാര്യമാണ് ബാത്റൂംസ് നീറ്റായിരിക്കാറുണ്ടോ എന്നുള്ളത്. ആ കാര്യത്തിൽ 100% സൂപ്പർബായിരുന്നു കേട്ടോ ഈ ഒരു റെൻ്റൽ ഫ്ലാറ്റ്. ഞാനിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഒരു ബാൽക്കണിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഫി ഇട്ട് കുടിച്ചു. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ. വെജിറ്റേറിയൻ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ, നാളെയും അമ്പലത്തിൽ പോകേണ്ട കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് തനുക്കുട്ടിയാണ് ഏറ്റവും ലാസ്റ്റ് കഴിച്ച് കളഞ്ഞത്. അപ്പോൾ അവൾ ഇരുന്ന സ്ഥലം കണ്ടു, അവളുടെ വീട് പോലെ തന്നെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടി എവിടെ പോയാലും അവളുടെ ചുറ്റുപാടാണെങ്കിലും അത് അവളുടെ വീടല്ലെങ്കിൽ പോലും നീറ്റാക്കണം എന്നുള്ളൊരു തോന്നൽ ഇത്ര ചെറുപ്പത്തിൽ അവൾക്ക് വന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ വീട്ടിൽ എന്ത് പഠിപ്പിക്കുന്നു അത് തന്നെയാണ് കുട്ടികൾ പുറത്ത് വന്നാൽ കാണിക്കുന്നത് കേട്ടോ. അതിനൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവരിവിടെ വന്ന് നിന്നിട്ട് രാത്രിയിലത്തെ ഒരു കാഴ്ചകൾ കാണാമായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് പോയി കുളിച്ച് വന്നു. ഒന്നിരിക്കുമ്പോഴത്തേക്കും എന്തോ തട്ടുമുട്ട് കേട്ടിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അതേ ഞങ്ങൾ കുടിച്ച ചായേൻ്റെ കപ്പും ഇതൊക്കെ തനുക്കുട്ടി കഴുകി വെക്കുകയാണ്. നമ്മുടെ പ്ലേറ്റൊക്കെ നല്ല പളപളാന്ന് മിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നാ അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മ റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്തോളാം, ഇച്ചിരിയല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. വലിയ കുട്ടികളെ പോലെയൊക്കെ സംസാരിക്കുന്നു. ഒരാളിതേ അടുത്ത പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട്.
വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്നാലും നേരത്തോടെ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ ഊണ് ഒരെണ്ണമാണ് ഞങ്ങൾ പറഞ്ഞത്, അത് തന്നെ ഞങ്ങൾക്ക് ജാസ്തി ഉണ്ടായിരുന്നു, എന്നിട്ടും തന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേര് കൂട്ടുന്ന പോലെ ഞാൻ ഒറ്റ ചപ്പാത്തി കൊണ്ട് 4 പേർക്കും ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു ഫുഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊന്നും അത്ര ഇതൊന്നുമില്ല, എന്നാലും ചോറും കറികളൊക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഹാളിലൊക്കെ, നമ്മുടെ വീട് പോലെയൊക്കെ തന്നെ, അപ്പോൾ ഹാളിൽ ഇരുന്നിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. അല്ലാണ്ട് ഊണുമേശ ഇതൊന്നും തപ്പിത്തരഞ്ഞ് പോകാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, കാരണം ഇവിടെ ഇരുന്ന് TV കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നല്ല ക്ലൈമറ്റ്, മഴ പെയ്തിട്ടുണ്ട് രാത്രി, അതിൻ്റെ ഒരു സുഖമുണ്ട് കേട്ടോ. ഒരു ചെറിയ തണുപ്പൊക്കെ വന്നു, ഇങ്ങനെ നിറച്ചിങ്ങനെ മലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. ഒരു ഭാഗത്ത് ഇങ്ങനെ നേരം വെളുത്ത് ഇങ്ങനെ വെളിച്ചും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ മഞ്ഞിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. മഴ പെയ്ത കാരണം കൊണ്ട് ചൂടിന് ഇത്തിരി ആശ്വാസം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്തു, ഇനി പോയി കുളിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നേരെ മലമുകളിലേക്ക് കയറണം, തിരുപ്പതി അമ്പലത്തിലേക്ക് ദർശനത്തിന് പോകണം കേട്ടോ. ഞങ്ങൾ സമയം കളയുന്നില്ല, വേഗം പോട്ടെ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി അമ്പലത്തിലേക്ക് പോകാൻ നോക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലൈവ് സ്റ്റാറ്റസ് പ്രകാരം 3 to 4 hours നമുക്ക് വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്, ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ എങ്ങനെ പോയാലും 1-2 മണിക്കൂർ എത്തും മലമുകളിലേക്ക് എത്താനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മുട്ടയൊക്കെ അടിക്കണ്ടേ, പാതി വഴി ഒരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മുട്ട അടിക്കുന്ന സ്ഥലം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കയറണം. അപ്പോൾ എങ്ങനെ പോയാലും ഇവരെ മുട്ടയൊക്കെ അടിപ്പിച്ച് പിന്നെ കുളിപ്പിച്ചൊക്കെ വരുമ്പോൾ സമയം പോലും. ഇപ്പോൾ 2 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ദർശന ടൈം 1 മണിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഫുഡ് കഴിക്കണം, മുട്ട അടിക്കണം, ഇതൊക്കെ നമുക്ക് പോണ വഴിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു പാക്കറ്റ് പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അപ്പാർട്ട്മെൻറ്റുകാരെ വന്നു. അപ്പോൾ ഞാൻ ചായ ഇടാമെന്ന് വെച്ചു. പാല് തിളച്ചിട്ട് നമുക്ക് ചായ ഇടാം. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും റെഡിമെയ്ഡായിട്ട് ഇരിക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഇനി വന്നിട്ട് വേണം നമുക്ക് പോകാൻ, കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അവിടെയൊക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് സ്ഥിതി എന്ന് അറിയില്ലല്ലോ. എന്താണെങ്കിലും ഇവിടെ വരുന്നവർ രാവിലെ പോണവർ കഴിച്ചിട്ട് പോയിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും മണിക്കൂർ ക്യൂവിനകത്തൊക്കെ ഇരിക്കുമ്പോഴേ നമുക്ക് വിശക്കില്ലേ, കുട്ടികളൊക്കെ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് വിശക്കും. അപ്പോൾ അവർ കരച്ചിൽ തുടങ്ങും. കാരണം കൊണ്ട് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മയൊക്കെ വന്ന സമയത്ത് ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ആ സമയത്തും ഇവർ കഴിച്ചിട്ടാണ് മലമുകളിലേക്ക് കയറിയെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. ഞങ്ങളും അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. പാല് തിളച്ച് വരട്ടെ. കോഫി പൗഡറും ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ ആയതുകൊണ്ട് ചായ കുടിക്കണമെന്ന് വിചാരിച്ചു. പഞ്ചസാര വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തരും കേട്ടോ. ചൂടിന് ഭയന്നിട്ടാണ് നമ്മൾ ഈ രാവിലെ പുറപ്പെടാമെന്ന് തന്നെ തീരുമാനിച്ചത്. എന്നിട്ട് പോലും ഈ നേരമായിട്ട് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. 7 മണി കഴിഞ്ഞ് 7:30 ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭഗവാനറിയാം. മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ തണുപ്പുണ്ട് ഇവിടെ. ഇപ്പം അങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ഇനി മേലെ കയറും തോറും സമയം കഴിയും തോറും വെളിച്ചവും വെയിലും വരും തോറും എങ്ങനെയാണ് സ്ഥിതി എന്നും അറിഞ്ഞൂടാ. എന്നാണെങ്കിലും ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ചൂട്, എൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു ഇവിടെ 48 ഡിഗ്രി സെൽഷ്യസോ അങ്ങനെ എന്താണ് ചൂട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ചൂടാണ്. എൻ്റെ കാലിലൊക്കെ തൊലി പോയിട്ടുണ്ട് കേട്ടോ ഈ ചൂട് കാരണം. ഇവിടെ റോഡിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കാല് പൊള്ളിയിട്ട് കാലിൻ്റെ അടിയിലത്തെ തൊലി വരെ പോയിട്ടുണ്ടാകും. ഇത്രയും ചൂടാണ്. നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആ ലോക്കറിലേക്ക് വരുന്നവരെ നമുക്ക് ചെരുപ്പിടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അതുവരെ നമ്മൾ നടക്കണം. കാലിങ്ങനെ വെക്കുമ്പോണ്ടല്ലോ പൊള്ളിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മക്കളൊക്കെ എൻ്റെ കൈ പിടിച്ച് ഓടിയത്, അല്ലെങ്കിൽ അവരും എടുത്തിട്ട് ഓടേണ്ടി വന്നത്. എന്താണെങ്കിലും ഇന്നലത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. തൊഴുക എല്ലാം നമ്മൾ നല്ല സുഖമായിട്ട് അധികം വരിയൊന്നും നിൽക്കാണ്ട് എല്ലാം നടന്നെങ്കിലും ഈ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചായ തിളച്ചു കറക്റ്റ് സമയം വർത്താനം പറഞ്ഞിട്ട്.
അടുക്കള ജീവിതം നമ്മൾ എവിടെ പോയാലും തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചായ റെഡി, നമുക്ക് കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ PS4 എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, അടിപൊളി ഫുഡാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. നമ്മൾ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. PS4 മാത്രമല്ല, ഞങ്ങൾ ഈ താമസിച്ച സ്ഥലത്ത് ചുറ്റുപാട് ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ച എല്ലാ ഫുഡും നല്ലതായിരുന്നു. ഞങ്ങൾക്കൊന്നും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖം പോലും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. മൊബൈൽ അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് അവളിത് കളിക്കുന്ന എന്തോ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫിഷിൻ്റെ എന്തോ സംഭവമാണ്, എനിക്കിൻ്റെ പേരൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഞങ്ങളിതേ കാറിൽ പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ നിന്ന് വളരെ അടുത്തായിരുന്നു കേട്ടോ അമ്പലം. ഇത് ശില്പരാമം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1-2 സ്ഥലത്ത് നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ ലഗേജും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും അവർ, നമ്മളെ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇവിടെ 2 തരത്തിൽ, നമ്മുടെ കാർ മാത്രം ലഗേജ് ഇല്ലാണ്ടാണെങ്കിൽ അടുത്ത സൈഡിൽ കൂടെ പോകാം, ലഗേജ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്പുറത്തെ ഭാഗത്തൂടെ പോകണം, ബസ് വേറെ. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കടത്തി വിടുന്നത് കേട്ടോ. ഇതേ കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ വരെ അത് അവരെടുത്ത് എറിയും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മലമുകളിലേക്ക് പോകണം. ഇത് ഹെയർ പിൻ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വേണം പോകാൻ. നമ്മുടെ കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് വേഗം ചെക്കിങ് കഴിഞ്ഞു. നമ്മൾ ഇത് കൂടാണ്ട് നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഒരു ചെക്കിങ് ഉണ്ട്, ജെൻസും വുമണും സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് പ്രോഹിബിറ്റഡ് ആണ്, അതായത് നോ പ്ലാസ്റ്റിക് സോൺ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് പ്ലാസ്റ്റിക് സാധനം കണ്ടാലും വിത്തൗട്ട് വാട്ടർ ഉള്ള ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ അവരെടുത്ത് പുറത്തേക്ക് എറിയും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് പോവാണ് കേട്ടോ. വലിയ തിരക്ക് ഇപ്പോൾ റോഡിൽ കാണാനായിട്ടില്ല. മേലെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. അരമണിക്കൂറുണ്ട് കേട്ടോ ഇനി മേലെ നമ്മൾ കയറി എത്താനായിട്ട്. തിരുപ്പതിയിലെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ റോഡുകൾ പോലും കിലോമീറ്ററുകൾക്ക് മുന്നേ തന്നെ തൊട്ടേ വളരെ നീറ്റായിരുന്നു കേട്ടോ. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇല പോലും അവിടെ കിടക്കുന്നുണ്ടായിരുന്നില്ല. സമ്പന്നതയുടെ കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന അമ്പലമാണ് തിരുപ്പതി. അപ്പോൾ ആ സമ്പന്നത അവർ അവിടെ വരുന്ന ജനങ്ങളുടെ സൗകര്യങ്ങൾക്കും കൂടി വിനിയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ സൗകര്യത്തിനാണ് ഇത്രയും നല്ല റോഡും നല്ല ഫെസിലിറ്റീസും എല്ലാം അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും ഹെയർ പിൻ കയറി ചെല്ലുമ്പോഴും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മലമുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഗവൺമെൻറ് ബസ്സുകൾ വരുന്നുണ്ട്. അവിടെ തൊഴുത് പോകാനായിട്ടുള്ള അങ്ങനെയും സൗകര്യമുണ്ട് കേട്ടോ നമുക്ക്. അങ്ങനെ ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഹെയർ ഷേവ് ചെയ്യുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ താമസിക്കാനുള്ള സൗകര്യം, ഹെയർ ഷേവ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ഈ കാണുന്ന വണ്ടികൾ മുഴുവൻ ഹെയർ ഷേവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷേവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ആൾക്കാരുണ്ട്. ഒരു സ്ഥലമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ തല മുണ്ടനം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കുട്ടി അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുടിയൊക്കെ ഇപ്പോൾ പോവുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്കറിയായിരുന്നു അവളുടെ തല മുട്ടയടിക്കും എന്നുള്ളത്. അപ്പോൾ ഇക്കൂനും അറിയായിരുന്നു. രണ്ടുപേരും ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിന്നു. ആദ്യം ഞങ്ങൾ നിന്നു, പിന്നെ ഇരുന്നു, പിന്നെ കിടക്കണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഷേവ് ചെയ്യണ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ബ്ലേഡും കാര്യങ്ങളൊക്കെ അവരൊക്കെ തന്നെ തരും. അപ്പോൾ ഞങ്ങൾക്കിത് ഫ്രീ ആയിരുന്നു. കുട്ടികൾക്ക് കേട്ടോ, മുതിർന്നവർക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പൈസയൊന്നും ആവില്ല. അപ്പോൾ അങ്ങനെ ഹെയർ ഷേവ് ഒക്കെ ചെയ്യുമ്പോൾ ഇവർ പേടിച്ചിട്ട് കരയുമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിലും കരഞ്ഞൊന്നുമില്ല. തന്നെ കുട്ടി കണ്ടോ, പ്രാർത്ഥിച്ച് കൈയൊക്കെ കൂപ്പിയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് അവൾക്ക് ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് അവൾ ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും തിരുപ്പതി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കാൻ ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പിന്നെ 3-4 അമ്പലം കവർ ചെയ്യുന്ന കാരണം കൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ ATC കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോയി തൊഴുതു. ഫോൺ അലൗഡ് അല്ലാത്ത കാരണം കൊണ്ട് ആ ഭാഗം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാനൊരു വഴി, തിരിച്ചിറങ്ങാൻ മറ്റൊരു വഴി. അപ്പോൾ 1 വേ ആണ് കേട്ടോ. മേലോട്ട് കയറുന്നതും
പോകുന്നതും ഇറങ്ങുന്നതൊക്കെ വ്യത്യസ്തമായ വഴികളിലൂടെയാണ്. അതുകൊണ്ട് ആക്സിഡൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലായിരുന്നു. 2 വണ്ടികൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റോഡായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ A to Bയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. നല്ല ഭക്ഷണമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ഊണ്, കുറേ തരം കറികളൊക്കെ വെച്ചിട്ട് താലി കഴിക്കില്ലേ, സൗത്ത് ഇന്ത്യൻ താലിയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വിശപ്പ് കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു എക്സ്ട്രാ ടേസ്റ്റ് തോന്നും. അത് കാരണം കൊണ്ട് നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഊണ് കഴിഞ്ഞതും നമ്മൾ കാളഹസ്തിയിലേക്ക് പോന്നു. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു കാളഹസ്തിയിലേക്ക്. അപ്പോൾ അവിടെ കയറി നമ്മൾ തൊഴുത് നമ്മളെ പറ്റിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. അതിലൊന്നും വീഴരുത്. നമ്മൾ കയറി ചെന്നിട്ട് എങ്ങനെ ക്യൂ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതിയാവും കേട്ടോ. അന്യഭാഷക്കാരാകുമ്പോഴുണ്ടല്ലോ നമ്മളെ പറ്റിക്കാൻ 100 കണക്കിന് ആൾക്കാർ നിൽക്കുന്നുണ്ടോ. അമ്പലമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കയറി തൊഴുത് ഇറങ്ങി തിരിച്ചു വരുന്ന വഴി കണ്ടതാണ് കേട്ടോ ഈ കാഴ്ച. വണ്ടി കണ്ട ഉടനെ ബ്രേക്ക് ചവിട്ടേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ്. അങ്ങനെ ശരത്തേട്ടൻ കാർ നിർത്തി എനിക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ തല കൊയ്യുന്ന വില പറഞ്ഞ കാരണം കൊണ്ട് അത്യാവശ്യമുള്ള 1-2 സാധനം മാത്രം ഞാൻ വാങ്ങിച്ചുള്ളൂ. ഭരണി, മീൻ ചട്ടി, നമുക്ക് ഭംഗിക്ക് വെക്കാനുള്ള ഐറ്റംസ്, ഗാർഡനിൽ വെക്കാനുള്ള ഐറ്റംസ് എന്ന് വേണ്ട എല്ലാം ഉണ്ട്. ഹാങ്ങിങ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇരട്ടി വില പറയും. അപ്പോൾ അതിൻ്റെ പകുതി കണക്കാക്കിയിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് വില പറയണം, എന്നിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇതൊന്നും എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഭയങ്കര വില പറയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വിലയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വാങ്ങിക്കാനുള്ള സാധനം കണ്ടോ അവിടെ ശരത്തേട്ടൻ പൊതിഞ്ഞു വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, ശരത്തേട്ടൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുപ്പതിയിലും അതുപോലെ തന്നെ കാളഹസ്തിയിലൊക്കെ പോയി നമ്മളൊരു 5:30 ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് തിരുപ്പതിയിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ 3 to 4 hours ഒക്കെ ലൈവ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആകെ 1-1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയായിരുന്നു കേട്ടോ. ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. എന്നുവെച്ചാൽ റഷിനനുസരിച്ച് ഒരുപാട് മണിക്കൂറോളം 8, 10, 12 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്നെന്താണെങ്കിലും ലക്കുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ടായിരിക്കാം നമുക്കിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തൊഴുത് നന്നായിട്ട് തൊഴുതു കേട്ടോ. നല്ല സുഖമായിട്ട് തൊഴുതു. വീണ്ടും എന്താ കണ്ടോ സൂര്യാസ്തമനം ആയിട്ടുള്ള സമയമാണ് കേട്ടോ. അസ്തമയ ആയിട്ടുള്ള സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും സണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞു. മേലൊക്കെ ഒന്ന് കഴുകി കേട്ടോ. വെള്ളം ഇച്ചിരി ഹാർഡാണ്. അപ്പം മേലെല്ലാം ഒന്ന് കഴുകി വൃത്തിയായിട്ടുണ്ട്. ഇനി എന്താ ടയേർഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 12 മണി വരെ ഒന്നും വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ചെറിയ വെയിലൊക്കെ തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമ്മൾ തിരുപ്പതി തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരി നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ലല്ലോ, അത് തന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ തിരുപ്പതി ദർശനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി. നല്ലപോലെ ഭഗവാനെ തൊഴാൻ പറ്റി. കാളഹസ്തിയിലാണെങ്കിലും നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. സ്പെഷ്യൽ ദർശനത്തിന് നമ്മളിങ്ങനെ സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപയുടെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരി നിൽക്കാണ്ട് പോയി തൊഴുത് വരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നിൽക്കാഞ്ഞതാണ്. അതിന് അവരുടെ കുറേ ഇങ്ങനെ ഏജൻറ്റുമാരെ പോലെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് അവർ വന്ന് ചോദിക്കും 50-ന്റെ ടിക്കറ്റാണോ, 300-ന്റെ ടിക്കറ്റാണോ, 500-ന്റെ ടിക്കറ്റാണോ എന്നൊക്കെ. ഞങ്ങൾ കയറുന്ന സമയത്ത് അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. അത് കാരണം കൊണ്ട് 300-ന്റെ എടുത്തു. ആദ്യം 500 പറഞ്ഞത്. പിന്നെ അവിടെ ചെന്നപ്പോൾ അത്രയും തിരക്കില്ലാത്ത കാരണം കൊണ്ട് 300-ന്റെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കാരണം കൊണ്ട് തൊഴുത് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ശരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് പോവായിരുന്നെങ്കിൽ 4 മണിക്കൂറാണ് ബാംഗ്ലൂർക്ക് കാണിക്കുന്നത്. നമ്മൾ ഇത്രയും ടയേർഡായതല്ലേ, രാവിലെ തൊട്ട് ഇങ്ങനെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് പിന്നെ ഇനിയും 10 മണിയും 10:30, 11 ആവും നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം സമാധാനമായിട്ട് സ്റ്റേ ചെയ്ത് ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഫ്ലാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അവർ ഒരു ദിവസം കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഉണ്ടായ സംഭവങ്ങൾ കേട്ടോ. ലഡു വാങ്ങിച്ചു, പിന്നെ വരുന്ന വഴിക്ക് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്താണെങ്കിലും വന്ന കാര്യം ഭംഗിയായിട്ട് നടന്നു.
അതന്നെ ഭയങ്കര സന്തോഷം. ഇനി ചായ കാപ്പി എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഉണ്ടാക്കി കുടിക്കണം. എന്തെങ്കിലും ചിപ്സോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ചെറിയ ചെറിയ വിശപ്പുള്ളൂ, വലിയ വിശപ്പൊന്നുമില്ല. ഉച്ചയ്ക്ക് നമ്മൾ നല്ല ഫുഡാണ് കഴിച്ചത്, അപ്പോൾ അത് കാരണം കൊണ്ട് വിശപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ അകത്തേക്ക് പോട്ടെ. നല്ല അസ്തമയ സൂര്യനെ കണ്ടിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ അകത്തേക്ക് പോകാമെന്ന് വിളിച്ചത്. എല്ലാവരും മേലുകഴുകലും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അകത്തേക്ക് പോട്ടെ. അങ്ങനെ ഫ്ലൈറ്റ് പോയ പോലെ സമയം പെട്ടെന്ന് പോയിട്ട് ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. ഫ്രൈഡ് റൈസും അങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് തിരുപ്പതിയിൽ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബഹുത്ത് ബഡാ വ്ളോഗ് ഞാൻ നമ്മുടെ UNME എന്ന് പറയുന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് പോയി കണ്ടു നോക്കാം. ഇത് ഞാൻ ഒറ്റ വ്ളോഗിൽ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ കൊണ്ട് തീർത്തതാണ് കേട്ടോ. 2 ദിവസത്തെ വ്ളോഗായിരുന്നു. അത് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ഇനി ബാംഗ്ലൂർ ചെന്നിട്ടുള്ള വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.